ദുബായിലെ മെൻ്റൽ പേഷ്യൻ്റ് ഇല്ലേ, ദുബായ് രാജാവും അവൻ്റെ കുറച്ച് മെൻ്റൽ പേഷ്യൻ്റ് മക്കളും ഉണ്ട്. ഒക്കെ മുഴുത്ത പട്ടാർന്നു. അത് 2002 2007 എനിക്ക് മനസ്സിലായി. അവൻ്റെ കൂടെ വേറെ ഒരുത്തുണ്ട്, ഡി കമ്പനി ദാവൂദ്. അവനും മുഴുത്ത വട്ടാണ്. ദുബായിലെ രാജാവിനും മുഴുത്ത വട്ടാണ്. അവൻ്റെ സഹായിയുണ്ട്, ഡി കമ്പനി ദാവൂദും അവൻ്റെ കൂട്ടാളി, അതും മുഴുത്ത വട്ടാണ്. കുറേ നല്ല വട്ടമുള്ള 2 ഗ്രൂപ്പ് ഒരുമിച്ച്, മറ്റേ ഒരുത്തൻ കറാച്ചി ദുബായ്, പിന്നെ USA കാനഡയൊക്കെ കാണുമായിരിക്കും, അത് നമുക്കറിയില്ല. ഏതായാലും ഒഫീഷ്യലി കറാച്ചി ദുബായ് എന്ന് പറയും, എവിടെയാണെന്നുള്ള ദൈവത്തിന് അറിയാം. പിന്നെ അതൊരു മുഴുത്ത വട്ടൻ. അത് കഴിഞ്ഞ് വേറെ അടുത്ത മുഴുത്ത വട്ടനാണ് ഈ ദുബായ് രാജാവും കുറേ മക്കളും. അവർക്ക് മൂത്ത് ഇപ്പം അവിടെ വെച്ച് 2 കൊണ്ടും നമ്മളെ ഫുഡില്ലാത്തവന്മാരും ഏതാണ്ട് കലക്കിയിട്ട് എനിക്ക് പല പ്രശ്നങ്ങളായിരുന്നു അവിടെ വെച്ച്. അമ്മമാർക്ക് വീണ്ടും മൂത്ത്. ഞാൻ നാളെ ഒരു ഹോസ്പിറ്റലിൽ, വേറെ ഒരു റിലേറ്റീവിൻ്റെ ഹോസ്പിറ്റൽ കേസിൽ ആസ്റ്റർ മെഡ് സിറ്റി പോയപ്പോൾ അവിടെ പാരഗൺ റെസ്റ്റോറൻറ്റിൽ കൊണ്ടുവന്ന് ദുബായിൽ ഉള്ള ആ സാധനം വീണ്ടും കലക്കി നമുക്ക് അവിടെയുള്ള ഏതെങ്കിലും, അത് ആസ്റ്റർ മെഡ് സിറ്റി എന്ന് പറഞ്ഞാൽ അതൊരു അയാൾ ഗൾഫ് ബേസ്ഡ് ബിസിനസ്സുകാരനാണ്. അപ്പോൾ അവിടെ പാരഗണിൻ്റെ റെസ്റ്റോറൻ്റ് ഉണ്ട്. അവിടെ അവരുടെ ഒരു വെയിറ്റർ എന്തെങ്കിലും പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. ഞാൻ അവിടെ വെയിറ്റർ കൊണ്ടുവന്നപ്പോൾ, ഞാൻ ഈ വെയിറ്റർ കൊണ്ടുവന്ന ഫുഡ് ഞാൻ കഴിക്കാറില്ല. ഞാൻ ഒന്നെങ്കിൽ മറ്റേ ഈ റെസ്റ്റോറൻറ്റ് ഫുഡ് തന്നെ അപൂർവമായിട്ടൊക്കെ പോകാറുള്ളൂ. പോയാൽ തന്നെ ബുഫേ ടൈപ്പ് റെസ്റ്റോറൻറ്റിൽ ഞാൻ പോകാറുള്ളൂ അധികം. എന്നാൽ ഈ വട്ട് കേസുകൾ കേസുകളുടെ പ്രശ്നം കാരണം ഈ ദുബായിൽ നിന്നുള്ള 2 പൊട്ട് കേസുകളുണ്ട്. 2 മുഴുവട്ടന്മാരാണ്. പൊട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചങ്ങലയ്ക്ക് പണ്ട് ഇടേണ്ട 2002 2007 ചങ്ങലയ്ക്ക് ഇടേണ്ട ആളുകളാണ്. അവരിപ്പോഴും 2025 ഫ്രീ ആയിട്ട് എടുക്കുക. ആ മുഴുത്ത വട്ടുള്ള 2 സാധനങ്ങൾ, ഡി കമ്പനി ദുബായ് രാജാവ്, അയാൾക്ക് ഒരു 10-12 മക്കളുണ്ട്. ഒക്കെ ഒന്നിനൊന്ന് വെച്ചാണ്. ഒക്കെ അതിന് മുഴുത്ത വട്ടാണ്. പണ്ടേ ചങ്ങലൊക്കെ ഇടേണ്ട കേസുകളായില്ല. പിന്നെ അവിടെ പിന്നെ ജനാധിപത്യം ഒന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ ഭരണത്തിൽ നിൽക്കണു എന്നേ ഉള്ളൂ. അല്ലെങ്കിൽ പണ്ടേ പുറത്തു പോയി നിങ്ങളൊക്കെ. ഇതുപോലെ വല്ല മുഴുത്ത വട്ടന്മാർ ആരെങ്കിലും എവിടെയെങ്കിലും ഏതെങ്കിലും രാജ്യത്തിൽ ചുമതല കൊടുക്കുമോ? മുഴുത്ത വട്ടെന്ന് പറഞ്ഞാൽ അങ്ങേയറ്റത്തെ മുഴുത്ത വട്ടാണ്. അതും അതിൻ്റെ കൂടെ ഉള്ള ഈ ഡി കമ്പനി ദാവൂദും, അതിൻ്റെ കൂടെ കുറച്ച് പാകിസ്ഥാൻ SIO, ഇനിയിപ്പോൾ അമേരിക്കൻ CIA ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഇവന്മാരൊക്കെ എങ്ങനെ കൂടി ഈ 2 മുഴുത്ത വട്ടന്മാർ. ഇന്നാളെ ഞാൻ ആസ്റ്റർ മെഡ് സിറ്റി പോയപ്പോൾ അവിടെ വെയിറ്റർമാർ വഴി എങ്ങനെയോ അവർ വഴി എങ്ങനെയോ അവിടെ നമ്മൾ കഴിക്കുന്ന ഫുഡിൽ അവൻ ഏതാണ്ട് കലക്കി തിന്നു. അതുകൊണ്ട് നോർത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ഫുഡിൽ പോകാറില്ല. വളരെ അപൂർവമായിട്ട് റെസ്റ്റോറൻറ്റ്, അത് ഒരു തവണ പോയ റെസ്റ്റോറൻറ്റിൽ 2ാമത് പോകാറില്ല. കാരണം ഒരു തവണ നമ്മൾ റെസ്റ്റോറൻറ്റിൽ പോയി കഴിഞ്ഞാൽ ഇവന്മാരത് നോട്ട് ചെയ്ത് വയ്ക്കും. ഇവന്മാരുടെ ആളുകൾ പുറകിടെ ബൈക്കും കാറിലൊക്കെ നടക്കുന്നുണ്ട്, അത് നോട്ട് ചെയ്ത് വയ്ക്കും. അവിടെ പിന്നെ അവരൊരു അടുത്ത പരിപാടി അവിടെ ഒരു വെയിറ്ററെ പ്ലാൻ ചെയ്യാൻ പറ്റുമെന്ന് നോക്കും.
എന്നിട്ട് വെയിറ്റർ ഉപയോഗിച്ച് എന്തെങ്കിലും നമ്മുടെ ഫുഡിൽ കലർത്താൻ പറ്റുമോ നോക്കി. ഇതാണ് ഇവന്മാരുടെ പരിപാടി. ഇപ്പോഴേ എനിക്ക് ഒരു 10-45 വർഷമായിട്ട് ഇവന്മാർ ചെയ്യണ്ടായിരുന്നു എന്ന് എനിക്ക് കാണാം. ഗൾഫിൽ പോണതിന് മുമ്പ് ഈ പരിപാടി ഉണ്ടായിരുന്നു സംശയമുണ്ടല്ലോ. ഞാൻ വിചാരിച്ച 2002 ഗൾഫിൽ വെച്ചാണ് തുടക്കമിട്ടത്. ചിലപ്പോൾ അതിന് മുമ്പ്, കാരണം ഞാൻ ഡാഡി മരിച്ചു കഴിഞ്ഞപ്പോൾ ഒരു 3 മാസം കഴിഞ്ഞപ്പോൾ ഞാനൊരു ഹോസ്പിറ്റലൈസ് ചെയ്ത് ആശുപത്രിയിലായിരുന്നു. അപ്പോൾ അതൊക്കെ ഇപ്പോൾ ഡൗട്ടോടുകൂടി ഞാൻ നോക്കണേ. 2 മാസം കഴിഞ്ഞ് ഡാഡി ജനുവരിയിൽ 7 മരിച്ചു. ഞാൻ മാർച്ച് 7-നുള്ളിൽ 7-നോ 15-നുള്ളിൽ, കാരണം ഏപ്രിലിൽ എക്സാം ഉണ്ടായിരുന്നു, ഏപ്രിൽ മെയ് എക്സാം ഉണ്ടായിരുന്നു. അപ്പോൾ മാർച്ച് ഏപ്രിൽ ആ സമയത്താണ് സ്റ്റഡി ലീവ് ആയിരുന്നു. ആ സ്റ്റഡി ലീവിൻ്റെ സമയത്തായിരുന്നു 4 ആഴ്ച കൊണ്ട് സ്റ്റഡി ലീവ് ഉണ്ടായിരുന്നു. ആ സ്റ്റഡി ലീവിൽ ഒരാഴ്ച ഞാൻ ഫുൾ ഹോസ്പിറ്റലിലായിരുന്നു. ഫസ്റ്റ് ഇയർ 1 and 2 സെമസ്റ്ററിൻ്റെ കമ്പൈൻഡ് എക്സാം ആയിരുന്നു 1 and 2-ൻ്റെ. ആ എക്സാമിൻ്റെ സ്റ്റഡി ലീവിൽ ഒരാഴ്ച ഞാൻ ഹോസ്പിറ്റലിലായിരുന്നു. അതും ചിലപ്പോൾ ഇവന്മാരുടെ പരിപാടിയാണെന്നായിരിക്കും. അന്ന് മുതലേ ഉണ്ട്, അതായത് 88 മുതലുണ്ട്, അത് ഉറപ്പാണ്. നാളെ അവിടെ പോയപ്പോൾ അമ്മമാർ ഏതാണ്ട് അത് കുറച്ച് ദിവസത്തേക്ക് വയറിൻ്റെ പ്രശ്നവും സൈഡിലും റൈറ്റ് സൈഡിലും ഒരു സൈഡിലായിട്ടും മസിൽ പെയിനും അത് ഇതുമൊക്കെ ആയിട്ട് ആകെ പ്രശ്നമാണ്. അവൻ ഫുഡ് കലക്കി ഏതാണ്ട് തന്നിട്ടുണ്ടാകുന്നു. ഞാൻ ഒരു ബോട്ടിൽ ദശമൂലഹരിതൈ കഴിച്ചു ഇതിൻ്റെ കുറയാനായിട്ട്. ഈ വയറിൽ അസിഡിറ്റി മറ്റു പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അത് കുറയാൻ അത് നല്ല ദശമൂലഹരിതൈ. പിന്നെ കുറച്ച് തേനും കഴിച്ചു. സ്റ്റൊമക്കിൽ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ അത് ഡാമേജ് മാറിയില്ലെങ്കിൽ വല്ല ഇതിലും ചെയ്യേണ്ടി വരും. ഈ പട്ടികളെ കൊണ്ട് ഒരു രക്ഷയില്ല. 2 മുഴുവൻ വട്ടന്മാർ, ദുബായിലെ വട്ടനും കറാച്ചി വട്ടൻ എന്ന് പറയാൻ പറ്റില്ല, ദുബായ് കറാച്ചി വട്ടൻ. ദുബായ് രാജാവ്, അവൻ്റെ 10-12 മക്കളുണ്ട്, 5-6 പേര് ഭരണത്തിലുണ്ട്, 5-8 പേര്. ഒക്കെ മുഴുത്തവട്ടം എന്ന് പറഞ്ഞാൽ ചങ്ങല എപ്പോൾ കയ്യിൽ ചങ്ങലയായിട്ട് നടക്കണം. അമ്മമാരുടെ അടുത്തേക്കൂടെ പോകണമെങ്കിൽ ചങ്ങലയൊക്കെ ഇട്ട് എവിടെയെങ്കിലും കെട്ടി നിർത്തിയിട്ടേ വർത്താനം പറയാൻ പറ്റില്ല. അതുപോലത്തെ കുറേ സാധനങ്ങളാണ് ഈ ദുബായ് രാജാവും അയാളുടെ മക്കളും. ഈ ഡി കമ്പനി അതുപോലെ തന്നെയാണ്. ചങ്ങലയായിട്ട് പോയാൽ അതുങ്ങൾക്ക് വർത്താനം ആദ്യം ചങ്ങലക്കിട്ട് എവിടെയെങ്കിലും കെട്ടി കിട്ടണം. എന്നിട്ട് വായിലും തുണികളെയും കുത്തിക്കയറ്റി, കോത്തിലും വായിലും തുണി കുത്തിക്കയറ്റിലാണ് അവർക്ക് വർത്താനം പറയാൻ പറ്റുള്ളൂ. അതുപോലത്തെ കുറേ മുഴുത്ത വട്ടന്മാർ. അവർ ആ ഹെൽത്ത് കെയർ സിറ്റി തുടങ്ങിയപ്പോൾ അവർക്ക് കുറച്ച് മെൻ്റൽ ഹോസ്പിറ്റൽ അവിടെ തുടങ്ങാറുണ്ട്. പുറത്ത് പേഷ്യൻറ്റിനെ അന്വേഷിച്ച് പുറത്തേക്ക് വേണ്ട, അവിടെ തന്നെ ഇഷ്ടം പോലെ ഉണ്ട്. ഇൻഹൗസായിട്ട് ഏറ്റവും കൂടുതൽ അവിടെ ദുബായിൽ ഏറ്റവും പറ്റിയ സാധനം മെൻ്റൽ ഹോസ്പിറ്റലാണ്. അവിടെ ഇൻഹൗസായിട്ട് ഇത് ഇഷ്ടം പോലെ ഉണ്ട്.